അല്ലേ, എനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. വീണ ഇന്റർവ്യൂവിൽ ആ ചോദ്യം എന്നോട് ചോദിക്കുന്ന അത്ര എളുപ്പമല്ല എനിക്കത് ചെയ്യാന്നുള്ളത്. സത്യം, എനിക്ക് 2 ക്വസ്റ്റ്യൻ എഴുതി വെക്കാനുള്ള സമയം മാത്രം മതി. അതെ, എനിക്കത് എന്തൊക്കെ ആലോചിക്കണം, അത് ഉത്തരം പറയുന്നത് എന്തൊക്കെ ആലോചിക്കണം. ഇപ്പൊ കമ്മിറ്റ് ചെയ്ത പടങ്ങളുടെ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യും, അപ്പൊ അതുകൊണ്ട് ഇപ്പം ഉടനെ പരിപാടിയൊന്നും ഇല്ല. എന്നാലും നമ്മളൊരു 2 വർഷത്തിനുള്ളിൽ കാണാൻ സാധിക്കും. ഇല്ല ഓക്കെ, ഒരു 3-4 വർഷം കഴിഞ്ഞ് കാണട്ടെ. ഫഹദിന്റെ കണ്ണുകളുടെ തീക്ഷ്ണത സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇല്ല, എന്നാലും സിനിമകൾ കണ്ടു കഴിയുമ്പോ കാർബണിലൊക്കെ കണ്ണ് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. ഞാൻ സിനിമയിൽ വന്നിട്ട് 12 വർഷമായിട്ടുള്ളൂ. എനിക്ക് ഈ ഓഗസ്റ്റ് 40 വയസ്സാവും. അപ്പൊ 28 വർഷം ഈ കണ്ണായിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ ഈ കണ്ണ് എനിക്ക് അന്നൊന്നും ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല. അതെന്റെ കണ്ണ് ഷൂട്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫേഴ്സിന്റെയും അത് ഷൂട്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന മുഹൂർത്തങ്ങളിലേക്ക് പ്രത്യേകത. അല്ല, അത് എന്റെ കണ്ണ് സാധാരണ എന്റെ അമ്മയുടെ കണ്ണ്. അതിന്റെ ഒരു കളറിന്റെ വ്യത്യാസം നല്ലത്. ഐ മീൻ ബ്രൗൺ കളർ എന്റെ എല്ലാവരുടെയും കണ്ണ് പോലൊരു കണ്ണ് മാത്രമാണ്. അത് എന്റെ സിനിമാറ്റോഗ്രാഫേഴ്സ് ആണത്. പക്ഷെ കണ്ണിന് ഷാർപ്നെസ് കൊടുക്കാൻ കഴിയുന്നത് ഒരു ഭയങ്കര കഴിവല്ലേ? ആ നോട്ടത്തിലൊക്കെ ദഹിപ്പിച്ച് കളയാൻ പറ്റുന്ന ഈ ചോദ്യമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിയട്ടെ എന്ന് ഫഹദിന്റെ കരിയറിൽ 20 വർഷം പൂർത്തിയാക്കുമ്പോൾ കടന്നു വന്ന വഴികളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അപ്പൊ എന്താണ് തോന്നാറുള്ളത്? വഴി കഴിഞ്ഞ എത്തിയല്ലോ അല്ലെ, ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും. ഇതൊന്നും എക്സ്പെക്ടഡോ വിചാരിച്ചോ പ്ലാൻഡോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇത് നീ അങ്ങോട്ടും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞ ഇടയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കും, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ സിനിമാ നടനായില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആലോചിക്കാറുണ്ടോ? ഇടയ്ക്ക് പണ്ടാലും ഇപ്പാലും ഇപ്പൊ ഇനിയിപ്പോ ഒന്നും ആകാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ പിന്നെ ആയിട്ട് തന്നെ നിക്കണമല്ലോ. ഓക്കെ, മലയൻ കുഞ്ഞ് ഷൂട്ടിനിടയ്ക്ക് മൂക്കിനുണ്ടായ മുറിവ് വിക്ര സിനിമയിൽ ഗ്ലാമർ കൂട്ടിയതായി തോന്നിയായിരുന്നു. ചേട്ടൻ അങ്ങനെ തോന്നിയില്ല? എനിക്ക് തോന്നിയായിരുന്നു ഗ്ലാമർ ഒന്നും ആറ്റിറ്റ്യൂഡ് കൂട്ടിയതായിട്ടോ എന്തോ അല്ല, ആ ഒരു മുറിവ് എങ്ങനെ കാണാൻ സ്റ്റിച്ചിന്റെ മാർക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള പടങ്ങൾ അത് VFX ചെയ്ത് കളയണം. ശരി, നസ്രിയോടൊപ്പം ഒരു ദിവസം എനിക്ക് ഇന്റർവ്യൂ തരാമെന്ന് ഒരു താല്പര്യം ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ്. എന്നാലും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയാം. ആണോ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതെന്താ? അല്ല, കഴിഞ്ഞിട്ട് പറയാലോ. തരൂലെന്ന് ഉറപ്പ് പറയാൻ വേണ്ടിട്ടാണ്. ചിലപ്പോ തന്നേക്കും. കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. ഈ ഇന്റർവ്യൂ എവിടെയെങ്കിലും ബോർ അടിപ്പിക്കുന്നുണ്ടോ? ഇല്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ മലയൻ കുഞ്ഞ് അയ്യോ ഇല്ല മലയൻ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്കും കഴിഞ്ഞില്ലേ പറഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇന്റർവ്യൂസിലൊക്കെ ചേട്ടൻ ഇങ്ങനെ ഘോര മലയൻ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്കാർ കേട്ടല്ല. ഇനി ഇങ്ങനെയുള്ള കുറച്ച് വേറെ